ഇറാന്റെ മൂന്നാമത്തെ വാണിജ്യ കപ്പൽ കൂടി അമേരിക്ക പിടിച്ചെടുത്തതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം കൂടുതൽ മുറുകാൻ സാധ്യതയുണ്ടെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ പിടിച്ചെടുത്ത കപ്പലുകളിൽ ഒന്നിൽ 21 ഇന്ത്യക്കാർ ഉണ്ട്. അതുപോലെ അമേരിക്ക നാവിക ഉപരോധം പിൻവലിച്ചില്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ പോകുന്നില്ല എന്ന് ഇറാന്റെ ഭീഷണിയും വരുമ്പോൾ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ PP ജെയിംസ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് PP ജെയിംസ്. ഗുഡ് മോർണിംഗ് SKN. ഹായ്. എൻ്റെ PP ജെയിംസ്, ഇപ്പോൾ കാലാവസ്ഥയുടെ ചൂട്, പശ്ചിമേഷ്യയുടെ ചൂട് അതിലും കൂടുതൽ, പിന്നെ അമേരിക്കയിൽ നിന്നും ചൂട് ഇറക്കുമതി ചെയ്യുന്നു. തീർച്ചയായിട്ടും SKN, അമേരിക്കയിൽ നിന്ന് ചൂട് ഇറക്കുമതി ചെയ്യുന്നത് സാക്ഷാൽ ട്രംപ് തന്നെയാണ്, ഡൊണാൾഡ് ട്രംപ്. ട്രംപിന് എന്തൊക്കെയോ സഹിക്കുന്നില്ല. ആരൊക്കെ എഴുതി വെക്കുന്നത് റീട്വീറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഈ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്ന് ആൾക്കാർ അമേരിക്കയിൽ ചെന്ന് 9-ാം മാസം പ്രസവിച്ച് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അവിടെ അമേരിക്കയുടെ ഭാഗമായി അവിടെ നിർത്തുന്നു, സിറ്റിസൺഷിപ്പ് എടുക്കുന്നു. ഇങ്ങനെ പോയാൽ അമേരിക്ക ഇന്ത്യയുടെയും ചൈനയുടെയും കോളനിയായി മാറുമെന്ന് തുടങ്ങിയിട്ടുള്ള ട്വീറ്റാണ് ചെയ്തത്. ഒരുപക്ഷെ ഇങ്ങനെ രാജ്യങ്ങളെ വെറുപ്പിക്കാൻ പറ്റിയൊരു നേതാവ് അമേരിക്കയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് കഴിഞ്ഞ് ആരൊക്കെയോ അദ്ദേഹത്തിന് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം പിന്നീട് പറഞ്ഞതായിട്ട് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ഇന്ത്യ മഹത്തായ രാജ്യമാണ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ രാജ്യമാണ് എന്നൊക്കെ രീതിയിൽ പറഞ്ഞതായിട്ട് പറയുന്നു. അതിന് സ്ഥിരീകരണം ഒന്നും വലിയ രീതിയിൽ ലഭിച്ചിട്ടില്ല. എന്തായാലും ട്രംപിൻ്റെ ഈ നിലപാടിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതേക്കുറിച്ച് പ്രതികരിക്കണമെന്ന് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അത് വലിയ വിവാദമായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് SKN ഇറാന്റെ മൂന്നാമത്തെ വാണിജ്യ കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തു എന്ന വാർത്ത വരുന്നത്. കാരണം ഇപ്പം തന്നെ നല്ല സംഘർഷമാണ് ഹോർമൂസ് കടലിടുക്കിൽ. അവിടുത്തെ മൈനുകളൊക്കെ വാരിയെടുക്കാൻ അമേരിക്ക പറയുന്നു. അമേരിക്കയുടെ കൺട്രോളിലേക്ക് ഹോർമൂസ് കടലിടുക്ക് മാറുന്നുവെന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. എന്നാൽ അത് തങ്ങളുടെ കൺട്രോളിലാണെന്ന് ഇറാൻ പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. SKN, നമുക്ക് ഇന്ത്യക്ക് ഇച്ചിരി ചങ്കെടുപ്പുണ്ടാക്കുന്നത് ഏത് കപ്പലായാലും ആ കപ്പലിൽ ഏതെങ്കിലും ഇന്ത്യൻ ജീവനക്കാരുണ്ടാവും. പക്ഷെ ഇപ്പോൾ ഇറാൻ പിടിച്ചെടുത്ത 2 കപ്പലുകളിൽ ഒരെണ്ണത്തിൽ 21 ഇന്ത്യൻ ജീവനക്കാർ മാത്രമല്ല ഓഫീസേഴ്സ് അടക്കമുള്ളവർ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. അവർ സുരക്ഷിതരാണ് എന്ന് പറയുമ്പോഴും എവിടെയാണ് എന്നോ അവരുടെ കാര്യങ്ങൾ സംബന്ധിച്ചുള്ളത് വരുന്നില്ല. ഇറാൻ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇറാനുമായിട്ട് ഇന്ത്യ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇറാൻ നിലപാട് കൂടുതൽ ശക്തമാക്കുകയാണ്. ഞങ്ങൾക്കെതിരെയുള്ള നാവിക ഉപരോധം പിൻവലിച്ചില്ലെങ്കിൽ ഒരു തരത്തിലും ഹോർമൂസ് കടലിടുക്ക് തുറക്കില്ല എന്ന നിലപാടിലാണ് നിൽക്കുന്നത് ഇറാൻ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിനിടയിൽ എല്ലാ ഭീഷണികളും മുഴക്കുന്നുണ്ട്. ഈ രീതിയിൽ പോയാൽ സമയം പോയിക്കൊണ്ടിരിക്കുകയെന്ന്, ടിക്കിംഗ് ദ ക്ലോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി പോയാൽ കൈവിട്ട് പോവും, പിന്നെ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടില്ല എന്ന രീതിയിൽ പലതവണയായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ട്രംപിന് അമേരിക്കയിൽ വലിയ വിമർശനം ഉയരുന്നുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. ഈ എന്തിനാണ് ഇറാനിൽ പോയി ആക്രമണം നടത്തി പൊല്ലാപ്പ് വെടിച്ചു വെച്ചത് എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. ട്രംപിൻ്റെ മേൽ നല്ല പ്രഷറുണ്ട്. സമ്മർദ്ദമില്ല എന്ന് ട്രംപ് പറയുമ്പോഴും അമേരിക്കയിൽ നിന്നുള്ള പ്രഷറാണ് യഥാർത്ഥത്തിൽ ട്രംപ് എങ്ങനെയെങ്കിലും ഒരു തരത്തിൽ അവിടെ വെടിനിർത്തൽ നീട്ടിക്കൊണ്ട് പോവുകയാണ് ട്രംപ് തന്നെ. പക്ഷേ ഇറാൻ വഴങ്ങിയിട്ടില്ല. പാകിസ്ഥാനെ കൊണ്ട് ഇടപെടിപ്പിക്കുന്നു. പാകിസ്ഥാൻ 2 രാജ്യങ്ങളുമായിട്ടും സംസാരിക്കുന്നു. പക്ഷേ ഇതുവരെ ഒരു സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പറക്കുന്നില്ല. SKN. ഓക്കെ, താങ്ക് യു PP ജെയിംസ്. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.